മുരളി നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ പൊന്നൊരുക്കം പൂക്കാലം, അദ്ധ്യായം 19. ചുമലിൽ ആരോ കൈവച്ചപ്പോൾ ലാലച്ചൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ ആൽബിയായിരുന്നു. ആരാ ലാലിച്ച? ആ, വേറൊരു ഇടപാട്. ലാലച്ചൻ ഒഴിയാൻ ശ്രമിച്ചു. ഞാൻ കേട്ടു, നീയും സെലിനും കൂടി സമീപിച്ച പെണ്ണല്ലേ അവൾ? അതെ ചായ. എന്നതാ അവളിപ്പോൾ പറയുന്നേ? അവൾ ഒരുക്കമാണെന്ന്. ആൽബി മൂളി. ഇച്ചായൻ അത് വിട്ടേക്ക്. സെലിൻ അവളുടെ കാര്യത്തിൽ വലിയ താല്പര്യമായിരുന്നല്ലേ നീ പറഞ്ഞത്? നിന്റെ അനുവാദമില്ലാതെ അവളെ കാണാനും സെലിൻ പോയി. ആ പെണ്ണ് നാട്ടിൽ നിന്ന് പുറപ്പെടാൻ നേരം എന്നെ വിളിച്ച് വിവരം പറഞ്ഞതാ ഇച്ചായ. എന്നിട്ട് ഞാൻ വന്നത് എനിക്ക് അവളുടെ സഹായം വേണ്ടെന്ന് വെച്ചിട്ടാ. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് മനസ്സിൽ സന്തോഷത്തോടെ വേണം. ആർക്കു വേണ്ടി അത് ചെയ്തു തരുന്നത് പോലെ ആവരുത്. അതുമാത്രമല്ല, അവളുടെ ആളുകൾ അത്ര നല്ലവരല്ല. ഭാവിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൂടുന്നില്ല. എന്നാ പ്രശ്നമാണ് നീ ഭയപ്പെടുന്നത്? അവളുടെ ചേട്ടൻ ഒരു ലോറി ഡ്രൈവറാ. വിഷം അധികം വേണ്ടല്ലോ. കോതമംഗലത്ത് നിന്ന് അവൻ 10 പേരോട് ഈ കഥകളൊക്കെ പറഞ്ഞാൽ നാട്ടുകേസാവില്ലേ? ആൽബി ചിരിച്ചു. ജീവിക്കാനുള്ള ആഗ്രഹം അവനില്ലാതാവുമ്പോൾ അവന് മാത്രമേ അവനിത് തുനിയൂ. അതിരിക്കട്ടെ, അവൾ വിളിച്ചവരും നീ സെലിനോട് പറഞ്ഞോ? കൊള്ളാം. അവൾക്കൊരു മനംമാറ്റമുണ്ടാകാൻ പ്രാർത്ഥനയുമായി കഴുകിയ സെലിൻ. ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പോരെന്ന് അവൾ ചോദിച്ചത്. അവൾ എന്താ സെലിൻ്റെ മനസ്സ് ഉടക്കി പോകാൻ കാരണം? അവൾ സുന്ദരിയാണ്. അതുമാത്രമല്ല അവളെ വ്യത്യസ്തയാക്കുന്നത്, നല്ല ബുദ്ധിയും വ്യക്തിപ്രഭാവവും ഉണ്ട്. ഉദയൻ ഉന്നം വയ്ക്കുന്നത് എന്നതാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ വിവാഹത്തിന് തയ്യാറാകില്ലായിരുന്നു. ഞാനിതൊക്കെ ഇച്ചായനോട് പറഞ്ഞ കാര്യങ്ങളല്ലേ. അവൻ്റെ കടം നീ തീർത്തെന്ന് അവളോട് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. എത്രയായിരുന്നു അവൻ്റെ കടം? ആൽബി വിടാൻ തയ്യാറായില്ല. 50 ലക്ഷം ലാലിച്ചിന് പറയേണ്ടി വന്നു. മൈ ഗോഡ്, 50 lakhs! നീ അത് അടച്ചെന്നാണോ പറയുന്നത്? ലാലിച്ചൻ മൂളി. നിനക്ക് എന്നതാടാ, ഭ്രാന്തുണ്ടോ? അവൾക്ക് വേണ്ടി നീ 20 ലക്ഷം രൂപ മുടക്കിയെന്നേ ഞാൻ കരുതിയുള്ളൂ. ഇതിപ്പോൾ 70 ലക്ഷം. ലാലിച്ച, നീ ബോധമില്ലാതെ പറയുകയാണോ? കാശിൻ്റെ കാര്യത്തിൽ കർക്കശക്കാരനായിരുന്നില്ലേ നീ? 5-10 ലക്ഷമെങ്കിൽ പോട്ടെന്ന് വെക്കാം. നിന്നോട് അവൻ ആവശ്യപ്പെട്ടോ? അവനല്ല, അവൾ. അവൻ്റെ കണക്ക് കൂട്ടൽ ഭരിച്ചത് അവൻ ആക്സിഡൻ്റ് ആയിട്ടാ. അവൾ ഉദയൻ്റെ ഭാര്യ ഒന്നതിന് മുൻപേ അവൾക്ക് ആ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്നു. ബാങ്ക് ലോൺ തീർത്തു കൊടുത്താൽ സമ്മതമാണെന്ന് അവൾ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ബാധ്യത തീർക്കാൻ അതിനു മുമ്പേ ഞാൻ മാനേജറെ അയച്ചതാണ്. ബാങ്ക് ഏതാണെന്നറിയാതെയാ അയാൾ തിരിച്ചു പോന്നത്. അവൾ സമ്മതം പറഞ്ഞിട്ടാണ് ഞാൻ വായ്പ അടച്ചതെന്നാണ് അവൾ കരുതുന്നത്. തെല്ലുനേരം ആൽബി ആലോചനയിൽ മുഴുങ്ങി. ലാലിച്ച, 70 ലക്ഷം രൂപ ചെറിയ തുകയല്ല. ഫിലിപ്പ് ചോദിച്ചത് 15 ലക്ഷം മാത്രമാണ്. ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഇനിയൊരു 15 ലക്ഷം കൂടി പാഴാക്കി കളയണോ? ലാലിച്ചൻ ആൽബിയുടെ മുഖത്തേക്ക് നോക്കി. ഇച്ചായൻ പറഞ്ഞു വരുന്ന എന്താ? സെലിൻ കൂടി ആഗ്രഹിക്കുന്ന നിലയ്ക്ക് ആ പെണ്ണിനെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അത് ദൈവനിശ്ചയമാണ്. നിന്റെ ഭാര്യയ്ക്ക് അതിന് കഴിയാത്ത നിലയ്ക്ക് നീ അത് മനസ്സിലാക്കണം. ഭക്ഷണം കഴിക്കാൻ വാ. ആൽബി ലാലിച്ചൻ്റെ കയ്യിൽ പിടിച്ചു. നാട്ടിൽ നിന്നൊരാളെ വേണ്ടെന്ന് ഇച്ചായൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അതിൻ്റെ അപകടവശവും പറഞ്ഞു. എന്നിട്ടിപ്പോൾ മാറ്റി പറയരുത്. ലാലിച്ചൻ പിടിപിടിയിച്ചു. നീ ഇത്രയും വലിയ തുക വലിച്ചെറിഞ്ഞ വിവരം ഞാൻ അറിയാതെ പോയി. ഞാനത് അവനു വേണ്ടി ചെയ്തതാ. ഇച്ചായൻ എന്നെ ഇതിനു വേണ്ടി നിർബന്ധിക്കരുത്. ഈ വിവരം സെലിനറിയാൻ പാടില്ല. ലാലിച്ച, അതെ, നമ്മളിപ്പോൾ പോയ വഴിയെ തന്നെ മുന്നോട്ട് പോകും. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. അഭിമാനമുള്ള ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രത്തിന് വിലയിടാൻ പോയതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം. അതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ആ പെണ്ണിനോട് ബഹുമാനമാണ് തോന്നുന്നത്. ജയിക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ക്ഷമ പറയേണ്ടത് ഞാനാ. എടാ ലാലിച്ച, അവൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ. അവിടെ അവളുടെ മുന്നിൽ ഞാൻ തലകുനിച്ചു പോയത്. അവൾക്ക് പ്രതിഫലമായി 1 രൂപ പോലും വേണ്ടെന്ന്. ഉദയൻ്റെ കടം തീർക്കണം. അവൻ്റെ പെങ്ങന്മാരുടെ പേരിൽ 10 ലക്ഷം രൂപ വെച്ച് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. വേറൊരു കണ്ടീഷനും അവൾക്കില്ല. അവളുടെ ഗർഭപാത്രത്തിന് വിലയിടാൻ 100 ലാലിച്ചന്മാർക്ക് പോലും കഴിയില്ലെന്ന്. ആൽബി സ്തംഭനായി നിന്നു. അവളല്ലേ ഇച്ചായ പെണ്ണ്? ഇനിയും 20 ലക്ഷമോ? അത് വേണ്ടിട ലാലിച്ച. ആൽബി റൂട്ട് മാറ്റി. ഒരിക്കലും അവളും ഉദയനും തമ്മിലൊരു ജീവിതം ഉണ്ടാകില്ല. പക തീർക്കുകയാണവൾ.
അവളുടെ മനസ്സിലെ ഉദയൻ മരിച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായ അവളെ ഞാൻ എങ്ങനെ വലിച്ചെറിയും? ഒരു കറിവേപ്പില പോലെ. ലാലിച്ചന് അതിന് കഴിയില്ല. ഒന്നിച്ചൊരു കുടുംബജീവിതം അവർക്കുണ്ടാകുമെങ്കിൽ തീരുമാനം മാറ്റാൻ ഞാൻ തയ്യാറായേനെ. പക്ഷേ അതുണ്ടാവില്ല. ആൽബി അടിമുടി മാറി. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. നമുക്ക് നമ്മുടെ വഴിയെ പോവാം. നാളെ അവൾ ഉദയൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ചു വിടുമെന്ന് പുതിയ ഡിമാൻഡ് വെച്ചാലോ? ഫിലിപ്പിൻ്റെ വഴിയെ പോയ ലാഭം 5 ലക്ഷമാ. അവളോട് പോകാൻ പറ. നീ വാ. ആൽബി ലാലിച്ചനെയും കൂട്ടി താഴേക്ക് പോയി. അപ്പു ക്ലാസ്സിന് പോയപ്പോൾ അഞ്ജലി അടുക്കളയിലേക്ക് വന്നു. മനസ്സിനൊരു ശൂന്യതയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ഒരു സ്വപ്നത്തിലെന്നോണം ഇന്നലെ വരെ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലായിരുന്നു നേരം വെളുപ്പിച്ചത്. ഹാർഡ്ലി ബംഗ്ലാവ്, ലാലിച്ചൻ, സെലീന എല്ലാം സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ മാത്രം. ഇനിയെല്ലാം ആദ്യം മുതൽ തുടങ്ങണം. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി വേണം. മിഠായി തെരുവിലെ ഒരു മോളിൽ അക്കൗണ്ടൻ്റ് വേക്കൻസി ഉള്ള കാര്യം 3-4 മാസം മുൻപ് ഷെറിൻ പറഞ്ഞിരുന്നു. ഷെറിനെ വിളിച്ച് അന്വേഷിക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ചെറിയൊരു ജോലി കണ്ടെത്തിയേ തീരൂ. സുധാകരൻ്റെ സംസാരം പുറത്തു കേട്ടു. ആരാണെന്നറിയാൻ വാതിക്കൽ വന്നപ്പോൾ അനിത മുന്നിലെത്തിയിരുന്നു. അവളെ കണ്ടതും അഞ്ജലിയുടെ മുഖത്തിലൊരു പരിഹാസച്ചിരി വിരിഞ്ഞു. എന്താടി ചിരിക്കുന്നേ? അനിത ചോദിച്ചു. നിന്നെ കണ്ടാൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ? എത്രമാത്രം അധപതിച്ചു എന്നതിന് തെളിവല്ലേ 2 പേരും കൂടി മോഹിച്ചോടിയത്? അനിത നിന്ന് ദഹിച്ചു. ഗർഭപാത്രമുണ്ടെന്ന് കരുതി വിൽപ്പനയ്ക്കിറങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും. അയാൾ ബുദ്ധിയുള്ളവനാ. ഇങ്ങോട്ട് ചെല്ലുന്നവരെ ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ലെന്ന് അയാൾക്കറിയാം. നിങ്ങൾ കൊച്ചിൻ്റെ പേരിലാവും വിലപേശാൻ ചെല്ലുന്നത്. നിന്നെ അയാൾ കണ്ടിട്ടുണ്ടോ? അനിത സംശയത്തോടെ ചോദിച്ചു. നീ എന്താ അങ്ങനെ ചോദിക്കാൻ? നിന്നെ അയാൾ കണ്ടിട്ടില്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അയാൾക്ക് കുട്ടികളുണ്ടെന്ന മട്ടിലാണ് സംസാരിച്ചത്. അയാൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ സതീശൻ ചേട്ടൻ്റെ നേരെ തോക്കു ചൂണ്ടില്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. ഉദയൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നോ? അനിതയുടെ വരവിൻ്റെ ഉദ്ദേശം അഞ്ജലിക്ക് മനസ്സിലായി. കുഞ്ഞ് ലാലിച്ചിന് വേണ്ടിയാണോ എന്നാണ് അറിയേണ്ടത്. അത്രയ്ക്ക് പ്രതീക്ഷയോടെയാണ് അവർ പോയത്. ഞാൻ ലാലിച്ചനെ കണ്ടിട്ടില്ല. കുഞ്ഞ് അയാൾക്ക് വേണ്ടിയാണെന്ന് ഉദയേട്ടൻ എന്നോട് പറഞ്ഞതുമില്ല. അനിതയുടെ മുഖത്തിൽ ഞെട്ടലുണ്ടായി. ഊട്ടിയിൽ ചെന്ന ദിവസം രാത്രിയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാൻ മനസ്സ് വെച്ചാൽ നമ്മുടെ മുഴുവൻ ബാധ്യതകളും തരുമെന്ന് ഉദയേട്ടൻ എന്നോട് പറഞ്ഞത്. എനിക്കത് സഹിക്കാനായില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടം വിട്ടു. അനിത നെറ്റി ചുളിച്ചു. ലാലിച്ചൻ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്നതും നിന്റെ കല്യാണം നടത്തിയതും എന്തിനാ? ഒരുപക്ഷെ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആർക്കോ വേണ്ടി ആയിക്കൂടെ? ലാലിച്ചനും ഭാര്യയും കുട്ടികളും ഇടയ്ക്കിടെ ഊട്ടിയിൽ വരാറുള്ള കാര്യം അവിടുത്തെ വാച്ച്മാൻ എന്നോട് പറഞ്ഞതാ. 2 കുട്ടികളാണത്ര അവർക്ക്. എടി ദ്രോഹി, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ നീ എന്നോട് പറയാതിരുന്നത്? 16,000 രൂപയാ ടാക്സിക്ക് കൊടുത്തത്. അയാൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആണെങ്കിൽ ചന്ദ്രാമയും കുട്ടികളും രക്ഷപ്പെട്ടേന്ന് ഞാൻ കരുതി. ഇനി ഞാൻ പറഞ്ഞതെങ്കിൽ എന്നെ വിശ്വസിക്കാതെ നിങ്ങൾ പോയേനെ. എന്താ സത്യമല്ലേ? അനിത മിണ്ടിയില്ല. നിങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഉദയേട്ടൻ്റെ ബാധ്യതകളൊക്കെ ലാലിച്ചൻ തീർത്തു കൊടുത്തു. ഉദയേട്ടൻ മരിച്ചു പോകുമെന്ന് തോന്നിയിട്ടാ ലാലിച്ചൻ അത് ചെയ്തത്. സുജിയെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. അനിതയ്ക്കത് പുതിയ അറിവായിരുന്നു. നിങ്ങൾ ലാലിച്ചനെ കാണാൻ പോയ വിവരങ്ങളൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ലാലിച്ചൻ ഉദയേട്ടനോട് പറയാതിരുന്നാൽ മതി. ചന്ദ്രാമയുടെയും മക്കളുടെയും മുന്നിൽ ചെന്ന് പെടാതെ സൂക്ഷിച്ചോ. തൊലി ഇരിഞ്ഞു പോവും. അനിത സാരിത്തലിപ്പ് വലിച്ചു പിടിച്ച് മുഖം തുടച്ചു. അവളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അനിതയ്ക്ക്. അപ്പു തിരിച്ചു വന്നോ? അവൻ വന്നു. ചന്ദ്രാമയും കുട്ടികളും ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ട്. ഞങ്ങൾ പോയ വിവരം അപ്പു അറിഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അവനിതറിഞ്ഞാൽ നിന്റെ മുഖത്ത് നോക്കില്ല. വലിയൊരു തെറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് പറ്റിയത്. അതങ്ങനെ തീർന്നെന്ന് കരുതാം. നീ അത് അവനോട് പറയരുത്. നേട്ടം നിങ്ങൾക്കാ. രൂപ 10 ലക്ഷം കൈ കെട്ടിയില്ലേ? എൻ്റെ ജീവിതം കൊണ്ട് അങ്ങനെയൊരു നേട്ടം നിങ്ങൾക്കുണ്ടായതിൽ സന്തോഷമുണ്ട്. ഇനി 5 ലക്ഷത്തിൻ്റെ സ്ത്രീധനത്തിൻ്റെ കണക്ക് പറഞ്ഞു വരില്ലല്ലോ. അനിത ഒന്നും പറയാതെ വരാന്തയിലേക്ക് പോയി. സുധാകരൻ കസേര പിടിച്ചൊന്ന് നിവർന്നു. അനിത കട്ടിലിരുന്നു. ഉദയൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന നിലയ്ക്ക് എല്ലാത്തിനും ഒരു പരിഹാരമായില്ലേ അച്ഛാ? അവൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്ത് പരിഹാരമാവാനാ? അവൻ എഴുന്നേൽക്കാനാവാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അവൾക്കുണ്ടായിരുന്ന ജോലിയും പോയി. അയാൾ പരിതപിച്ചു. അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ഉദയൻ വേറെ അപരാധമൊന്നും അവളോട് ചെയ്തില്ല. അവൻ്റെയും അവളുടെയും കുടുംബം രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടെന്ന് അവളോട് പറഞ്ഞു. അതല്ലാതെ അവൻ അവളെ നിർബന്ധിച്ചിട്ടില്ല. അഞ്ജലി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ കിടക്കുമ്പോൾ അവൾ തിരിഞ്ഞൊന്നും നോക്കാത്തത് കഷ്ടമാണ്. അച്ഛൻ നിർബന്ധിച്ചാൽ അവൾ പോവും. അവളുടെ ഉള്ളിൽ അവനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അപ്പുവിനെ പറഞ്ഞയച്ചത്? വാശി പിടിച്ചിരുന്നതിൽ നഷ്ടം അവൾക്കാ. അഞ്ജലി കേൾക്കാൻ കൂടി ഉറക്കെയാണ് അനിത പറഞ്ഞത്. താൻ ഉദ്ദേശിച്ച കാര്യത്തിനല്ല അവളുടെ വരവെന്ന് അഞ്ജലി ഊഹിച്ചു. അവരെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയ സമയം ഇതാണ്. അവളൊന്ന് അവിടെ ചെന്നാൽ പിന്നെ തീരാവുന്ന പിണക്കമൊക്കെയുള്ളൂ. കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ അച്ഛാ. ഒരു സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിൽ വീട്ടിൽ വന്ന് എത്ര കാലം ഇരിക്കാനാ? നീ പറയുന്നത് ശരിയാ. പക്ഷേ എനിക്കത് അവളോട് പറയാനുള്ള യോഗ്യതയില്ല. അവൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു വാക്ക് ഉദയൻ പറഞ്ഞു പോയെങ്കിൽ അതിൻ്റെ ശിക്ഷയല്ലേ അവനിപ്പോൾ അനുഭവിക്കുന്നത്? മരണത്തിൻ്റെ പടിവാതിലിൽ വരെ പോയിട്ടല്ലേ അവൻ തിരിച്ചു വന്നത്. ഇനിയും അവനോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളൊരു സ്ത്രീയാണോ? അഞ്ജലിക്ക് കേട്ടു നിൽക്കാനായില്ല. അവൾ പുറത്തേക്ക് വന്നു. ഞാൻ ഇവിടെ നിന്ന് പോണം. എന്നിട്ട് വേണം നിനക്കിവിടെ വന്ന് താമസം ഉറപ്പിക്കാൻ. അതിൽ കവിഞ്ഞ് എന്തുണ്ട് നിന്റെ ആത്മാർത്ഥതയ്ക്ക്? അനിത ദേഷ്യത്തോടെ എഴുന്നേറ്റു. അതേടി, അതിലെന്താ കുറച്ചിൽ? നീ നിന്റെ ഭർത്താവിനെയും കൂട്ടി ഇവിടെ വന്ന് താമസിക്ക്. ഞങ്ങളാരും അത് ചോദ്യം ചെയ്യാൻ വരില്ല. എനിക്ക് നിനക്കും ഈ വീട്ടിൽ അതിനവകാശമുണ്ട്. നീ പോയാലും ഇല്ലെങ്കിലും ഞങ്ങളിവിടെ വന്ന് താമസിക്കും. അങ്ങനെ ഒരു തീരുമാനം നിന്റെ വിവാഹത്തിന് മുൻപേ എടുത്തതാ. 4-5 ദിവസത്തിനുള്ളിൽ സതീശൻ ചേട്ടൻ വരും. ഞങ്ങളെല്ലാവരും വാരിക്കെട്ടി ഇങ്ങോട്ട് വരികയും ചെയ്യും. അതിലൊരു മാറ്റവും ഇല്ല. അനിത പേഴ്സ് തുറന്ന ഒരു കടലാസ് പൊതിയെടുത്തു. അഞ്ജലിയുടെ അടുത്ത് ചെന്ന് അവളുടെ കൈ ബലമായി പിടിച്ച് ആ പൊതി പിടിച്ചു കൊടുത്തു. നീ പൊട്ടിച്ചു തന്ന നിന്റെ കെട്ടുതാലിയാ. അതെടുത്ത് സ്വയം കഴുത്തിൽ കെട്ടി സ്ഥലം വിടാൻ നോക്ക്. അഞ്ജലി ജ്വലിച്ചു. പിന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാമെന്ന് നീ കരുതണ്ട. നാണം കെട്ട് ഞാൻ തിരിച്ചു പോകുമെന്നും പ്രതീക്ഷിക്കണ്ട. നീ പോണ്ടടി. സതീശൻ ചേട്ടൻ കൂടി ഇവിടെ പുറത്തു തുടങ്ങിയ നീ പല അപവാദങ്ങളും കേൾക്കേണ്ടി വരും. എൻ്റെ ഭർത്താവാണെങ്കിലും അയാളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അഞ്ജലിയുടെ ഉള്ളു നടുങ്ങി. കെട്ടിച്ചു വിട്ടാൽ ഭർത്താവില്ലെങ്കിൽ പെണ്ണ് കുടുംബത്തിനൊരു ഭാരം തന്നെയാണടി. എന്നെപ്പോലുള്ള പല സ്ത്രീകളും ക്ഷമിച്ചിട്ടും സഹിച്ചിട്ടും പോണത് അതുകൊണ്ടാ. നീ അത് നന്നായി ഓർത്തു വെച്ചോ. അനിത ഇറങ്ങിപ്പോയി. കൈവെള്ള ചുട്ടുപൊള്ളുന്നത് പോലെ അഞ്ജലിക്ക് തോന്നി. അവൾ അകത്തേക്കോടി. കടലാസ് പൊതി മേശമേൽ വച്ചിട്ട് അഞ്ജലി കട്ടിലിൽ ചെന്നിരുന്നു. അവൾ ഭർത്താവും കുഞ്ഞുമായി ഇങ്ങോട്ട് വരുമെന്ന കാര്യം ഉറപ്പാണ്. തൻ്റെ വിവാഹവുമായി അവൾ മുന്നോട്ടിറങ്ങിയപ്പോൾ തന്നെ അക്കാര്യം പറഞ്ഞതുമാണ്. അന്ന് എല്ലാവരും അത് സ്വീകരിച്ചു. വരാൻ പോകുന്ന ഭവിഷ്യത്തും അവൾ പറഞ്ഞു കഴിഞ്ഞു. ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ വന്നിരിക്കുന്ന തന്നെയും സഹോദരി ഭർത്താവിനെയും ചേർത്ത് എന്ത് കഥയും നാട്ടുകാർക്ക് പറയാം. സതീശൻ ചേട്ടൻ്റെ നടപ്പ് ദോഷത്തെപ്പറ്റി പലതും കേട്ടിട്ടുണ്ട്. ശരിക്കും ആലമ്പം മറ്റു പോയത് ഇപ്പോഴാണെന്ന് അഞ്ജലിക്ക് തോന്നി. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകാമായിരുന്നു. കട്ടിലിലേക്ക് ചാഞ്ഞു കിടന്ന് അവൾ ചുരുണ്ട് കിടന്നു. ടേബിളിലിരുന്ന ഫോൺ റിംഗ് ചെയ്തു തുടങ്ങി. അഞ്ജലി എഴുന്നേൽക്കുകയോ ഫോൺ എടുത്ത് നോക്കുകയോ ചെയ്തില്ല. റിംഗ് ചെയ്തു നിന്ന് ഫോൺ വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി. മോളെ. വരാന്തയിൽ നിന്ന് സുധാകരൻ്റെ സ്വരം കേട്ടു. മൂന്നാമതും ഫോൺ റിംഗ് ചെയ്തപ്പോൾ അവൾ കിടന്നുകൊണ്ട് അതെടുത്തു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. മോളെ അഞ്ജലി. പരിഭ്രമം നിറഞ്ഞ സുധാകരൻ്റെ വിളി പിന്നെയും വന്നു. അഞ്ജലി കോൾ എടുത്തു. ഹലോ, ആരാ? അഞ്ജലി, ഞാൻ സെലീനയാ. അവൾ എഴുന്നേറ്റിരുന്നു. അഞ്ജലി എന്നതാ ഒന്നും മിണ്ടാത്തത്? മേഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. എനിക്ക് വിശേഷങ്ങളൊന്നുമില്ല. സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ അവൾ താല്പര്യപ്പെട്ടില്ല. അഞ്ജലി, ഇനി ഞാൻ വിളിച്ചു ബുദ്ധിമുട്ടിക്കില്ല. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ ഒരാൾ സമ്മതം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ സുവർണാവസരം നഷ്ടപ്പെട്ടു പോയെന്ന് പരിഹസിക്കാനാണോ വിളിച്ചത്? ഒരിക്കലുമല്ല. അഞ്ജലി എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അവളൊന്നും പറഞ്ഞില്ല. ലാലിച്ചൻ ഒരാളെ കണ്ടെത്തി. 35 വയസ്സ് പ്രായം വരുമെന്നാണ് പറഞ്ഞത്. അവർക്ക് 2 കുട്ടികളുണ്ട്. ഇനിയെല്ലാം വേഗത്തിലാവും. അതിനു മുമ്പ് അവസാനമായി അഞ്ജലി ഒന്നുകൂടി വിളിക്കണമെന്ന് തോന്നി. എന്തിന്? കനമുള്ള ചോദ്യമായിരുന്നു. 1% പ്രതീക്ഷ ഇപ്പോഴും മനസ്സിലുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ അഞ്ജലിക്ക് കഴിയുമോ? വിറകൊണ്ട ശരീരവുമായി അഞ്ജലി കട്ടിൽ നിന്ന് താഴെ ഇറങ്ങി. ഒരാൾ തയ്യാറായി വിവരം ലാലിച്ചനെ വിളിച്ച് പറഞ്ഞപ്പോൾ മനസ്സിൽ വീണ്ടും ഒരു മോഹം.
സെലീനയുടെ വാക്കുകളിൽ യാചനയുടെ നനവുണ്ടായിരുന്നു. ധൃതിയിൽ അടുക്കള വാതിൽ കടന്ന് അഞ്ജലി പിന്നാമ്പുറത്തിറങ്ങി. ലാലിച്ചൻ്റെ അറിവോടെയാണോ മാഡം എന്നെ വിളിക്കുന്നത്? ലാലിച്ചൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ആ സ്ത്രീയുടെ സ്ഥലം അവിടെയാ. ഞാൻ വീട്ടിലുണ്ട്. അഞ്ജലിയെ ഞാൻ കാണാൻ വന്നതും ഇപ്പോൾ വിളിക്കുന്നതും ലാലിച്ചൻ അറിഞ്ഞിട്ടില്ല. ഉദയേട്ടൻ്റെ ബാധ്യതകളൊക്കെ ലാലിച്ചൻ തീർത്തത് മാഡത്തിന് അറിയോ? അത് ഉദയൻ ആക്സിഡൻ്റ് ആയപ്പോൾ തന്നെ ലാലിച്ചൻ തീരുമാനിച്ചതാ. ബാധ്യത തീർത്തതൊന്നും എനിക്കറിയേല. മാനേജറെ അയച്ചപ്പോൾ ഉദയൻ്റെ അമ്മ അപമാനിച്ച് വിട്ടെന്നും കേട്ടു. ഞാൻ ലാലിച്ചനെ വിളിച്ച കാര്യം മാഡത്തോട് പറഞ്ഞോ? വിളിച്ചോ? എപ്പോ? സ്വരത്തിൽ ഞെട്ടൽ അഞ്ജലി അറിഞ്ഞു. ലാലിച്ചനെ എവിടെയാ യാത്ര പോകുന്ന സമയത്താണ് ഞാൻ ആദ്യം വിളിച്ചത്. എൻ്റെ സമ്മതം ഞാൻ ലാലിച്ചനെ അറിയിച്ചു. ഇന്നലെ രാത്രി ഒരിക്കൽ കൂടി ഞാൻ ലാലിച്ചനെ വിളിച്ചു. ഇനി എൻ്റെ ആവശ്യം നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എൻ്റെ ഈശോയെ! സെലീനയുടെ വിലാപസ്വരം അവളുടെ കാതിൽ മുഴങ്ങി. നിങ്ങൾ വലിച്ചെറിഞ്ഞ പണം വെറുതെ ആകണ്ട മാഡം. എനിക്ക് പൂർണ്ണ സമ്മതമാ. നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും വണ്ടിയുമായി വരാം. എൻ്റെ ജീവനുള്ള ശരീരം ഇവിടെ തന്നെ ഉണ്ടാവും. മോളെ അഞ്ജലി. അഞ്ജലി കാതിൽ നിന്ന് ഫോൺ എടുത്തു. മറുതലയ്ക്കിൽ നിന്ന് സെലീനയുടെ അവ്യക്ത സ്വരം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ കോൾ കട്ട് ചെയ്തു. ഒരിടത്തും എത്തില്ലെന്ന് ഉറപ്പായ ഈ ജീവിതം കൊണ്ട് താൻ എന്താണ് നേടാൻ പോകുന്നത്? ചതുക്കുഴിയിൽ നിലം തൊടാതെ വീഴ്ത്തിയ ബന്ധുക്കൾ, ആണത്തം പണയപ്പെടുത്തിയ ഭർത്താവ്, എല്ലാം തികഞ്ഞ ലാലിച്ചനൊരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്താൽ ഗർഭപാത്രത്തിനെങ്കിലും പുണ്യം കിട്ടും.